ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്റ്റേഴ്സിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നൊരു സംഭാഷണ രീതിയിലാണ് ഈ പ്രോഗ്രാമിൽ നടത്തുന്നത്. ചോദ്യോത്തരങ്ങളുമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത്. എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ബ്രദർ വർഗീസ് ജോർജാണ്. സ്വാഗതം ചെയ്യും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം ദ വേർഡ് ഓഫ് ട്രൂത്ത് കഴിഞ്ഞ നാളുകളിൽ വളരെ അനുഗ്രഹമായി പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാസ്റ്റർ ചെയ്സുമൊത്ത് നമ്മൾ ഒരുമിച്ച് ഇപ്രകാരം ആയിരിക്കുമ്പോൾ പ്രേക്ഷകരിൽ നിന്നും ചില ചോദ്യങ്ങൾ ലഭിച്ചത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വർധനവിനും ക്രിസ്തുവിനോടുള്ള അനുരൂപത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പാസ്റ്റർ, നമ്മുടെ സഭകളിലും പുൾപിറ്റുകളിലും തുടർച്ചയായി കേൾക്കുന്ന ഒരു പ്രധാന വാക്കാണ് വിശ്വാസം എന്നത്. വിശ്വാസം എന്നത് ഒരു അനുഗ്രഹപ്പെട്ട ജീവിത അനുഭവമാണ്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ വിശ്വാസം എന്നത് പലപ്പോഴും നമുക്കില്ലാത്തതിനെ ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുക്കേണ്ടതിനൊരു മാധ്യമമായി അല്ലെങ്കിൽ ഒരു ചൂണ്ടയായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്താണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഒരു മതജീവിയാണ്. ജനിക്കുമ്പോഴേ ഇൻക്യൂറബിളി റിലീജിയസ് എന്ന് പറഞ്ഞാൽ അവനൊരു മതബോധമുണ്ട്. അത് ശരിക്കും ഒരു പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു ബോധമാണത്. ശരിക്കും ദൈവബോധമാണ് ഉണ്ടാകേണ്ടത്, എന്നാൽ അവനുണ്ടാകുന്ന ഒരു മതബോധമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതി അവനെ ഭയപ്പെടുത്തുന്നു. അവനോട് ജീവിച്ചു പോകാൻ ഉള്ളൊരു ഭയമുണ്ട്. നാളെ മഴ പെയ്താൽ, അത് കൂടിപ്പോയാൽ, കാറ്റടിച്ചാൽ, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായാൽ, നാളെ രോഗം വന്നാൽ, ഇങ്ങനെ അനേകം ഭയങ്ങൾ ഒരു മനുഷ്യനെ, ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിയറുകൾ ആണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അപ്പം എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട് ഇതിനെല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ ഇത് എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ കൺസെപ്ച്വലൈസ് ചെയ്തുണ്ടാക്കുന്ന ഒരു റിലീജിയൻ ഉണ്ട്. അപ്പം ഞാൻ ദൈവത്തെ തൃപ്തിപ്പെടുത്തിയാൽ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളൂ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ദൈവം, എന്നെ നടത്തുന്ന ദൈവം. ഈ ഒരു ബേസിക് പ്രിമൈസിൽ നിന്നുകൊണ്ടാണ് എല്ലാ മതങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ പ്രത്യേകമായി വേദപുസ്തകത്തിൻ്റെ ഒരു പരിശീലനവും ഇല്ലാതെ തന്നെ ഈ ഒരു മതത്തിലേക്ക് മനുഷ്യർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. അപ്പോൾ സാധാരണ നമ്മുടെ സഭയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് ശരിക്കും പഠിപ്പിക്കാത്തത് കൊണ്ട് ആളുകളെല്ലാം ഈ സ്വാഭാവികമായ ഒരു വലിയ ശക്തി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു വിശ്വാസത്തെ ബേസ് ചെയ്ത് കർത്താവിൻ്റെ പേര് കൊടുത്ത് ആ ഒരു മതം തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് വിശ്വാസത്തിന് ഇങ്ങനൊരു വികൃതമായ രൂപം ഉണ്ടായിരിക്കുന്നത്. ഇതിനർത്ഥം ദൈവം നമ്മളെ സംരക്ഷിക്കുകയില്ലെന്നോ ദൈവം നമ്മളെ നടത്തുകയില്ല എന്നൊന്നും അല്ല. കാരണം അത് ദൈവം ഒരു പിതാവ് എന്നുള്ള രീതിയിൽ മക്കളോട് ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു ബേസിക് ദൈവവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ശക്തിയിലുള്ള വിശ്വാസം അതിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. ഇത് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന ക്രൂശിൽ നമുക്കായി യാഗമായി നമ്മുടെ പാപങ്ങളെ പരിഹരിച്ച് എന്നേക്കുമായിട്ടൊരു പുത്രത്വം നമുക്ക് നൽകി നമുക്കായി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ആ മരണത്തിൽ ഞാനും ഉണ്ടായിരുന്നതും എൻ്റെ പാപങ്ങൾ അതിനാൽ പരിഹരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിലെ മരണത്തെ ഉൾപ്പെടെ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും എനിക്ക് സ്വർഗത്തിൽ ഒരു പൗരത്വമുണ്ടെന്ന്, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുമുള്ള അല്ലെ മകളാണെന്നുള്ള ആ ഒരു ബോധ്യമാണ് ശരിക്കുമുള്ള ഫെയ്ത്ത്. അതായത് എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. കർത്താവ് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് രക്ഷയോടുള്ള ബന്ധത്തിൽ പൂർത്തിയാക്കി. അപ്പോൾ ആ പൂർത്തിയാക്കിയ പെർഫെക്റ്റായ ക്രിസ്തുവിനെ വിശ്വാസത്താൽ എനിക്ക് സ്വന്തമായി ലഭിക്കുന്നതാണ്. അതാണ് ഫെയ്ത്ത് കണക്ട്സ് അസ് ടു ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, നോട്ട് ടു എനിത്തിങ് വേൾഡ്ലി. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുന്നത് കണക്ട് ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ജീവനുമായിട്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടാണ് കണക്ട്. ആ ഒരു പേഴ്സണൽ ബന്ധത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സ്വഭാവവും നീതിയും കരുണയും സ്നേഹവും വിശുദ്ധിയും ഇതെല്ലാം എന്നിലേക്ക് വ്യാപരിക്കുന്ന രീതിയിലാണ് വിശ്വാസം. ക്രിസ്തു എൻ്റെ സ്വന്തമാകുമ്പോൾ ക്രിസ്തുവിൻ്റെ എല്ലാ ധനവും എനിക്ക് സ്വന്തമാവുകയാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടിയാണെന്നാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന്. അപ്പോൾ വിശ്വാസത്താൽ ലഭിക്കുന്നൊരു നീതി ക്രിസ്തുവിൽ ഞാൻ കാണപ്പെടേണ്ടതിനാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, ടു ബി ഫൗണ്ട് ഇൻ ഹിം. അപ്പോൾ ആ ഒരു ഫെയ്ത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ സഭയിലെ ആളുകൾ ആ അടിസ്ഥാനം, എന്നെ നടത്തുന്ന ദൈവം, എനിക്ക് ആഹാരം തരുന്ന ദൈവം, അങ്ങനെയുള്ളൊരു വിശ്വാസം അവർക്കതിന് മുകളിലേക്ക് ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് കടക്കാനുള്ള ആ ഒരു ഫെയ്ത്ത് എഞ്ചിൻ അവരിൽ വർക്ക് ചെയ്യുന്നില്ല.
അതിൻ്റെ കാരണം ഈ വചനം എന്താണ്, ലേഖനങ്ങളിലൂടെ എങ്ങനെയാണ് ഈ സുവിശേഷം ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം സഭകളിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാരണം. ഈ തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ ഒരു വാക്യം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് 1:12 അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനതി ആ ദിവസത്തിൽ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ചില വസ്തുതകളിൽ വിശ്വസിക്കുന്നു എന്നതിനേക്കാൾ ഒരു വ്യക്തിയിലുള്ള സമ്പൂർണ്ണ ആശ്രയം. ഈ വാക്യത്തിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങളിന്മേലാണ്. യേശു ക്രിസ്തു എന്ന വ്യക്തിയിലാണ്. എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്? അവൻ എനിക്ക് തന്നിരിക്കുന്ന ഒരു ഉപനിധിയുണ്ട്, ഒരു ട്രഷറുണ്ട്, അത് രക്ഷയെ സംബന്ധിക്കുന്നതാണ്. അത് അന്ത്യം വരെയും കാക്കുവാൻ അവൻ ശക്തിയുള്ളവനാണ്. അപ്പം ഞാൻ എൻ്റെ രക്ഷയെക്കുറിച്ച് വിശ്വസിക്കുമ്പോഴും അത് ഞാൻ നിലനിർത്തുമെന്നല്ല വിശ്വസിക്കുന്നു, അവനത് ചെയ്യും, നിവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വിശ്വാസത്തിൻ്റെ ലോക്കസ് ഒരിക്കലും ഞാനല്ല. വിശ്വാസം ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അത് രക്ഷയെ സംബന്ധിക്കുന്നതായാലും ജീവിതത്തിൽ ഏത് മിനിറ്റിലായാലും എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന വ്യക്തിയിലാണ് ഇതിരിക്കുന്നത്. കർത്താവ് തന്ന വാഗ്ദത്തം, കർത്താവ് നമുക്ക് തന്ന രക്ഷ, ഇതെല്ലാം കർത്താവിൻ്റെ സ്വന്തമാണ്. അപ്പം നമ്മൾ കർത്താവിനെ വിശ്വസിക്കുകയാണ്. ഐ ട്രസ്റ്റ് യു ലോർഡ്, യു വിൽ കീപ് മീ, അന്ത്യം വരെ എന്നെ നടത്താൻ കഴിവുള്ളൂ. ഇപ്പം ഈ അന്ത്യം വരെ നടത്തുക എന്നുള്ളതിനകത്ത് പഴയ നിയമത്തിലെ നടത്തലല്ല പുതിയ നിയമത്തിലെ നടത്തൽ. പഴയ നിയമത്തിൻ്റെ നിഴലാണ്. പഴയ നിയമത്തിലെ നടത്തൽ കനാൻ ദേശത്തേക്കാണ്, അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിലേക്കാണ്. പുതിയ നിയമത്തിലെ നടത്തൽ എന്ന് പറയുന്നത് ഒരു വിശ്വാസി നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പം നമ്മൾ വളരെ പ്രയാസമുള്ള ഒരു ഇടുക്ക് വഴിയിലൂടെ നടന്ന് സ്വർഗത്തിലെത്തുന്നവരെയും തേജസ് പ്രാപിക്കുന്നവരെയുമുള്ള ആ ഒരു നടത്തിപ്പ് ദൈവമാണ് നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നതെന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഈ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ വഴിയുടെ ഞെരുക്കത്തെ പറ്റിയാണോ അതോ രക്ഷപ്പെടാൻ പാടാണ് എന്നുള്ളൊരു? രണ്ടും ശരിയാണ്. ഏത് സമയത്തും വീണു പോകാവുന്നൊരവസ്ഥയിലാണ് നമ്മൾ നടക്കുന്നത്. അതായത് അത് നമ്മളെ സംബന്ധിച്ചോ, പക്ഷെ നമ്മളെ കീപ്പ് ചെയ്യുന്നത് അതാണ് ഫെയ്ത്തിൻ്റെ വ്യത്യാസം. അതാണ് നമുക്ക് ഏത് സമയത്തും ഞാൻ തീർന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു വാക്ക് സ്ലിപ്പായാൽ ദൈവം എന്നെ അവിടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഏതെങ്കിലും നടന്ന് നമുക്കറിയാം, ഒറ്റ കാര്യമുള്ളൂ. അതുപോലെ പലപ്പോഴും നിങ്ങൾ പഴയതിലേക്ക് നോക്കുമ്പോൾ ഒരൊറ്റ തെറ്റിനകത്ത് ഭയങ്കരമായി ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ നമ്മൾ കാണാം. അപ്പോൾ എങ്ങനെ നോക്കിയാൽ ഏത് സമയത്തും വീഴാവുന്ന ഒരു പെർലെസ് യാത്രയിലാണ് ഞാനുള്ളത്. പക്ഷേ ഞാൻ പ്രയാസേന രക്ഷ പ്രാപിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞ ഞാൻ അപ്പുറത്ത് നിൽപ്പുണ്ട്, നിന്നെ ഞാൻ വഴിയിൽ ഉപേക്ഷിക്കില്ലെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട്. അത് ഞാൻ എൻ്റെ പല ആൾക്കാർ വിചാരിക്കുന്ന ഒരു 90 വയസ്സ് വരെ ജീവിക്കുന്ന ഈ വഴിയിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിലുള്ള വഴി. പിതാവിൻ്റെ അടുത്ത് എത്തുന്നവരെ തേജസ് പ്രാപിക്കുന്നത് വരെ ഏത് സമയത്തും വീണു പോകാമെന്ന് തന്നെ അന്ത്യം വരെയും അവർ ഉപദേശിച്ചും കൈ നടത്തിയും വഴി നടത്തിയും ഒരു തല്ല് തന്നും അവിടെ എത്തിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്ക് കർത്താവിലുള്ളത്. അപ്പോൾ പ്രയാസങ്ങൾ ഒത്തിരിയുണ്ട്, ഇടുക്ക് വഴിയാണ്, ഞെരുക്കങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ നടന്നു പോകുന്ന ആ നടത്തിപ്പാണ് ഇത്രത്തോളം നടത്തിയാൽ നമ്മൾ പറയുന്നത് അവിടെയാണ്. അപ്പോൾ നീതീകരണം എന്നുള്ള ആ രക്ഷയുടെ ഇനിഷ്യൽ സ്റ്റേജ് മാത്രമല്ല, അത് കഴിഞ്ഞുള്ള വിശുദ്ധീകരണം മുഴുവനും തേജസ്കരണം നമ്മൾ പ്രാപിക്കുന്നവരെ ഉള്ള ഒരു വാഗ്ദത്തമാണ് ഈ രക്ഷ. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളാൽ ആർജിച്ചെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല. അത് ഇനിഷ്യൽ സ്റ്റേജ് മാത്രമല്ല, അന്ത്യം വരെ. ഈവൻ വിശുദ്ധീകരണത്തെ കുറിച്ചാണ് ആൾക്കാർക്ക് എപ്പോഴും സംശയം. അതായത് ഒരു പാർട്ടിൽ നമ്മുടെ ഒരു പാർട്ടി. അപ്പം സാധാരണഗതിയിൽ നീതീകരണത്തെക്കുറിച്ച് ഈ തിയോളജി കുറച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർ, നമ്മുടെ പെന്തക്കോസ്തിൽ പൊതുവെ അങ്ങനെ നീതീകരണത്തെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല. എങ്കിലും നീതീകരണത്തെക്കുറിച്ച് പൊതുവെ അറിയാവുന്നവർ പറയുമ്പോൾ ദൈവം സൗജന്യമായിട്ട് വന്നതാണ് നമ്മുടെ പ്രവൃത്തികൾ. പക്ഷെ വിശുദ്ധീകരണവും നമ്മുടെ പ്രവൃത്തികളല്ല, അത് ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ തന്നെയാണ്. നമ്മളിലൂടെ വരുന്നതാണ്. അപ്പോൾ ശരിക്കും വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതല്ല, വിശ്വാസത്താൽ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനായി മാറുന്നതിനെയാണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ശരിക്കും ദൈവം ഒരു വലിയ ഒരു പ്രോസസ്സിലൂടെയാണ്, ഒരു ഇടുക്ക് വഴിയിലൂടെ നമ്മളെ നടത്തി പലതും സഫർ ചെയ്യാൻ പഠിപ്പിച്ച്, സഹിഷ്ണുത പഠിപ്പിച്ച്. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് അല്ലത്. ഇപ്പം നമുക്ക് അറിയാൻ വയ്യാത്ത ഉന്നതമായ ഒരു പാറയെങ്കിലേക്ക് നമ്മളെ ദൈവം നടത്തുന്നത് ദൈവത്തിൻ്റെ ഒരു കോഴ്സിലൂടെയാണ്. ആ കോഴ്സിലൂടെയാണ് നമ്മൾ വിശദീകരിക്കപ്പെടുന്നത്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ ചില നല്ല പ്രവൃത്തികളാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നീതീകരണം ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിലും ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ ആണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അത് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 1:30 വാക്യത്തിൽ പറയുന്നു, ഒരു ജഡത്തിനും പ്രശംസിക്കാൻ വകയില്ല, നാമോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു
ക്രൈസ്റ്റ് ഈസ് മൈ റൈറ്റസ്നെസ് എന്ന് പറയുന്ന പോലെ തന്നെ ക്രൈസ്റ്റ് ഈസ് മൈ സാങ്ക്ടിഫിക്കേഷൻ. ക്രിസ്തു എന്നിൽ വസിക്കുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ. അത് ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത് വെള്ളവസ്ത്രം ധരിച്ച് നടക്കുന്നതല്ല സാങ്ക്ടിഫിക്കേഷൻ. അത് ആ ഒരു പ്രവൃത്തിയാലുള്ള TPM പോലുള്ള ചർച്ചകളിൽ ഇത് ഈ രോഗം വന്നാൽ ആശുപത്രി പോകാത്തത്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നത്, അതല്ലെങ്കിൽ വസ്ത്രധാരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ TPM മാത്രമല്ല, ഈവൻ എല്ലാ പെന്തക്കോസ്റ്റിലും അതിൻ്റെ ഒരു ചെറിയ ലാഞ്ചനയുണ്ട്. തന്നെ ഈ സാധാരണ പെന്തക്കോസ്റ്റ് വിചാരിക്കുന്ന ഇതിനകത്തൊക്കെ ഒത്തിരി തട്ടിപ്പാണ്, നമുക്ക് TPM പോലെ ആകണം. ആ TPM എന്ന് പറയുന്നത് ഈ ഒരു വിശുദ്ധി കൊണ്ടൊരു മാർഗനിർദ്ദേശം നൽകുന്ന ഈ എക്സ്റ്റേണൽ ഹോളിനെസ്. അപ്പോൾ അത് ഒരു മതത്തിൻ്റെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാൻ ഈസ് ഇൻക്യൂറബിളി റിലീജിയസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതം എല്ലാ മനുഷ്യനെയും ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കും. ഇപ്പം ഞാൻ വെള്ളവസ്ത്രം ധരിച്ച് ആശുപത്രിയിലും പോകാത്ത ഒരു ഭയങ്കര വിശുദ്ധനാണെങ്കിൽ, ആ തരത്തിലുള്ളൊരു വിശുദ്ധനാണെങ്കിൽ, കർത്താവിൻ്റെ കൽപ്പനകളൊന്നും അനുസരിക്കാതെ കിടന്നാലും എന്നെ അത് ഭാരപ്പെടുത്തുന്നില്ല. കാരണം എന്താ, എന്നെ ഈ വസ്ത്രം തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു പുറമേയുള്ള വിശുദ്ധി ആന്തരികമായ ഞരക്കങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ മറ്റവരെ അതേക്കാൾ വിശുദ്ധൻ എന്നുള്ള പരീക്ഷ ബോധം എൻ്റെ, അതായത് നമ്മുടെ എഫർട്ടിൽ നിന്നുള്ള ആ ഒരു എക്സ്റ്റേണൽ ഹോൾനെസ് വരുമ്പോൾ ആന്തരികമായിട്ടുള്ള ക്രേവിംഗ് ഇല്ലാതെ വരിക, ഞരക്കം ഇല്ലാതെ വരിക. വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് വി ഹാവ് അച്ചീവ്ഡ്. നമ്മൾ എന്ത് ചെയ്തു, എന്ത് നേടി എന്നുള്ളതിൽ നമ്മൾ തൃപ്തരാകും. അപ്പോൾ ഈ വിശുദ്ധീകരണം എന്ന ഈ പാതയിൽ നമ്മളിപ്പം വിശ്വാസം എന്നുള്ളതിനകത്ത് തുടങ്ങിയെങ്കിലും ഈ വിശുദ്ധീകരണം എന്നുള്ള ഈ പാതയും കർത്താവ് തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. വിവിധ അനുഭവങ്ങളിലൂടെ നമ്മെ നടത്തി ക്രിസ്തുവിനോടുള്ള നമ്മെ അനുരൂപപ്പെടുത്തി തേജസ്കരിക്കുമെന്നുള്ളതാണ് രക്ഷയുടെ വാഗ്ദത്തം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് യേശു ക്രിസ്തു എന്ന നിലവാരമല്ലാതെ ഒരു നിലവാരം, അതിൻ്റെ താഴെയുള്ള ഒരാൾ പോലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു നമ്മുടെ ഏറ്റവും വലിയ ദാനമായിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നിലവാരത്തിൽ താണ ഒന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നമ്മളും സ്വാഭാവികമായിട്ട് പ്രവേശിക്കില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അതാണ് വാഗ്ദത്വം. എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കിയാണ് സ്വർഗത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഞാനൊരു നല്ല പാസ്റ്ററെ പോലെ ആയാൽ പോരാ, ഞാനൊരു നല്ല മനുഷ്യനെ പോലെ ആയാലും പോരാ, ഞാൻ ക്രിസ്തുവിനെ പോലെ ആകണം. അവിടെയാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ പൂർണ്ണ തോതിൽ നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല. കാരണം നമ്മുടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. നമ്മളൊരു ഓട്ടം തുടങ്ങി കാണുള്ളൂ മരിക്കുമ്പോഴേ. അപ്പം ദൈവമല്ലേ ഒരാളെ ഇപ്പം ഒരുവേള വിശ്വാസത്തിൽ വന്നു, ഒരു ദിവസത്തിനുള്ളിൽ മരിച്ചു. ചിലത് ഒരു 5 വർഷത്തിനുള്ളിൽ മരിച്ചു. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ഓട്ടം തുടങ്ങിയിട്ടുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും പാവം എന്താണെന്ന് തന്നെ വേർതിരിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവമാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്തുമാത്രം ഓടണം എന്നുള്ളത്. പക്ഷേ ഇതിലെ കൃപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്താലായതുകൊണ്ട് നമ്മൾ എന്ത് പ്രവർത്തിച്ചെന്നുള്ളതിൻ്റെ ബേസിസിലല്ല, എന്ത് വിശ്വസിച്ചെന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമുക്ക് പ്രതിഫലം വരുന്നത്. ലക്ഷ്യമാണ്. അപ്പം ഞാൻ ക്രിസ്തുവിനെ മുൻകൂട്ടി നിർത്തിയാണ് ഓടുന്നതെങ്കിൽ 1/2 ദിവസം ഓടിയാലും 10 വർഷം ഓടിയാലും ഞാൻ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിയാണ് ഓടുന്നത് എന്നെ വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ അത് ആ ഉപനിധി എനിക്ക് വേണ്ടി കാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. ഇപ്പോഴും എന്നിലല്ല, ക്രിസ്തുവിൽ തന്നെയാണ്. അതെനിക്കൊരു വാഗ്ദത്തമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പുൾപിറ്റുകളിൽ പലപ്പോഴും നല്ല മിക്കവാറും ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ശുശ്രൂഷകൾ നടക്കുന്നത്? പിന്നെയും പറയുന്നു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഫോക്കസ് ചെയ്യണം, പക്ഷെങ്കിലും മെയിൻ ഫോക്കസ് അതല്ല. പുൾപിറ്റിൽ ഒരിക്കലും മനുഷ്യൻ്റെ പ്രശ്നങ്ങളല്ല ഫോക്കസ് ആകുകയാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഫോക്കസ് ആവേണ്ടത് ഒരു കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ പാസ്റ്ററൽ കെയർ നടത്താനേക്കാൾ ഒരു ഭവന സന്ദർശനം ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പ്രബോധനം നടത്തുമ്പോൾ. പക്ഷെ പുൾപിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പുൾ ഫ്രം ദ പിറ്റ് എന്നാണ്. പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴി, നരകമാണ്. പുൾപിറ്റ് എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നു? പുൾ ദ പീപ്പിൾ ഫ്രം ദ പിറ്റ്. അത് മാത്രം ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ. അപ്പം പുൾപിറ്റിന് പുറകിലോട്ട് നിൽക്കുമ്പോൾ ഓർക്കണം, കർത്താവ് എൻ്റെ മുമ്പിരിക്കുന്ന ജനത്തെ അമേരിക്കയിൽ വിടാനോ കാനഡയിൽ വിടാനോ അല്ല, അവർ നരകത്തിൽ നിന്ന്, ആ ജീവിത നരകാവസ്ഥയിൽ നിന്ന്, അതായത് ഈ പാപത്തിന്റെ ദുഷിച്ച അവസ്ഥയിൽ നിന്ന്, 2 നിന്ന് അല്ലേ, 2 ആദ്യ അവസ്ഥയിൽ നിന്ന് 6ാമത്തെ വാക്യത്തിലേക്ക് എത്താതെ ആ ഒരു പരിജ്ഞാനത്തിലേക്ക്. അപ്പോൾ പുൾപിറ്റിന് പുറകുന്ന മനുഷ്യന്റെ കാര്യം മിണ്ടാനേ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് കാരണം നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം നോക്കുമ്പോൾ 16-ന്റെ 17-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ പത്രോസിനെ കുറിച്ച് പറയുന്നത്, ബെറിയോനെ ശീമോനെ നീ ഭാഗ്യവാൻ എന്നാണ്. ജഡരക്തങ്ങളാൽ അല്ലാത്തൊരു റെവലേഷൻ നിനക്ക് ലഭിച്ചിരിക്കുന്നു, പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, അല്ലേ? എന്റെ പിതാവ് അത്ര നിനക്കിത്. അപ്പൊ വലിയ റെവലേഷൻ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ പത്രോസിനെ കർത്താവ് അഭിനന്ദിക്കുന്ന നമുക്ക് കാണാം. 23-ാം വാക്യത്തിൽ നോക്കി, അതാണ് അവിടുത്തെ ടേണിംഗ് പോയിന്റ്. 23-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ തിരിഞ്ഞ് ശീമോനോട് സാത്താനെ എന്നെ വിട്ടുപോ. എന്തുകൊണ്ടാണ് ഈ 6 വാക്യത്തിനുള്ളിൽ
ശീമോൻ സാത്താനായത്? എന്തുകൊണ്ടായി? നീ എനിക്ക് ഇടർച്ചയാകുന്നു. എങ്ങനെ ഇടർച്ചയായി? നീ ദൈവത്തിനുള്ളതല്ല, മനുഷ്യരുടെ എത്ര കരുതുന്നു അത്രയും മതി ഒരാൾ സാത്താനായി മാറാൻ. സാത്താനുള്ളത് കരുതാനൊന്നും പോണ്ട. കറുത്ത വസ്ത്രമായിട്ട് കൊമ്പും വെച്ച് വാലി പിടിപ്പിച്ച് നടക്കണ്ട. സാത്താൻ വർഷിപ്പിന് പോകണ്ട. യേശു ക്രിസ്തുവിനെ തള്ളി പറയണ്ട. മനുഷ്യരുടെ കാര്യം നോക്കിയാൽ മതി. പിന്നെയുള്ള ചോദ്യം, ഇപ്പൊ മനുഷ്യരെ നോക്കണ്ടേ? അതാണ് മനുഷ്യരെ ഇപ്പം മനുഷ്യരുടെ കാര്യങ്ങൾ എന്തായാലും നമുക്കറിയാം. തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമുക്ക് മരണവും രോഗവും എല്ലാം ഉണ്ട്. അത് നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. വീണ്ടെടുപ്പിൻ്റെ ഒരു കാലത്തേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രോഗിയായ ഒരാൾ നമ്മുടെ ചർച്ചിലുണ്ട്. ബൈബിൾ പറയുന്നുണ്ട് രോഗിയായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രോഗസൗഖ്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ രോഗി ആശ്വസിക്കുന്നില്ല, കർത്താവിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ റിസ്റ്റോർ ചെയ്യുന്നത് അവൻ്റെ വഴിയിലല്ല, ദൈവത്തിൻ്റെ വഴിയിലേക്കാണ്. നമ്മൾ രോഗശാന്തി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിലേക്കാണ് അവനെ കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോഴാണ് മനുഷ്യൻ്റെ കാര്യം പ്രോപ്പറായിട്ട് നിർവഹിക്കപ്പെടുന്നത്. മനുഷ്യൻ്റെ കാര്യം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യം നിർവഹിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ ആ ഒരു തലത്തിലേക്ക് ശുശ്രൂഷകളെല്ലാം ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യനെ കരുതുന്നതും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എപ്പോഴും ഫോക്കസ് ക്രിസ്തു തന്നെയാണ് എപ്പോഴും. ഇപ്പം ഞാൻ ഒരു രോഗശാന്തിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞില്ല. പണ്ടൊരു ആൻറ്റിയെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ട് ആ ആൻറ്റി കരയിലോട്ട് കയറി ഒരിക്കൽ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പ്രാർത്ഥിക്കാം. കാരണം ആൻറ്റിക്ക് ക്യാൻസർ ഉണ്ട്, നട്ടലിനാണ് ക്യാൻസർ. അപ്പം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അതാ ഉദ്ദേശിച്ചത്. പക്ഷെ പുള്ളിക്കാരി എന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട. എന്ന് വെച്ചാൽ എന്താ, രോഗം മാറിയാലും മാറിയില്ലെങ്കിലും കർത്താവിൻ്റെ അടുത്തോട്ട് ഞാൻ പോകുന്നത് എനിക്കറിയാം. എൻ്റെ മക്കളും ചുറ്റുമുള്ളവരും ഇതൊന്ന് മനസ്സിലാക്കാനും എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ പരിജ്ഞാനം ലഭിക്കാനും വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അപ്പം മനുഷ്യൻ്റെ കാര്യമല്ല, ദൈവത്തിൻ്റെ കാര്യമാണ്. പക്ഷേ ആ സഹോദരി ഇപ്പോഴും ജീവനുണ്ട്, എത്രയോ വർഷങ്ങളായി. അപ്പം ശരിക്കും ദൈവത്തിന് ഒരാളെ പ്രിസർവ് ചെയ്യാൻ എത്ര. അപ്പം നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അത് ദൈവം കേൾക്കുന്നുമുണ്ട്. പക്ഷെ നമ്മുടെ ഉദ്ദേശം അതല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമ്പം കർത്താവിൻ്റെ മുമ്പിൽ തേജസ്സോടെ നിൽക്കണം. അപ്പം അതും ദൈവകാര്യമാണ്. ഈ നിത്യജീവൻ്റെ വാഗ്ദത്തം അത് ഈ വിശ്വാസത്താലാണ് നമുക്കത് നമ്മുടെ ഉള്ളിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നത്. നിത്യജീവൻ അതല്ലേ ഏറ്റവും വലിയ വാഗ്ദത്തം. അതേ ഉള്ളൂ, അതാണ് വാഗ്ദത്തം. അപ്പോൾ അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ 1:2-25 അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതാകുന്നു അവൻ നമുക്ക് നൽകിയ വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. അപ്പോൾ ഈ സ്വർഗം എന്നതും സ്വർഗത്തിൽ പോകുക എന്നതും പിന്നെ മറ്റെല്ലാ വാഗ്ദത്തങ്ങളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ നിത്യജീവന്റെ വാഗ്ദത്തം. ഈ നിത്യജീവൻ എന്നുള്ളതൊന്നും ഡിഫൈൻ ചെയ്താൽ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വാളിറ്റി ഉള്ളൊരു സാധനം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. നമുക്ക് ഈ ലോകത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ഒരു ഫോൺ മേടിച്ചാൽ തന്നെ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് ക്വാളിറ്റി ഉള്ളൊരു ലൈഫാണ് കർത്താവ് നമുക്ക് തരുന്നത്. ആ പെർഫെക്ഷൻ്റെ ഭാഗമാണ് എറ്റേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കർത്താവ് തരുന്ന ജീവൻ ഒരിക്കലും നിന്നു പോകാൻ പറ്റത്തില്ല, കാരണം അത് പെർഫെക്റ്റാണ്. അപ്പം പെർഫെക്റ്റ് ആയ ഒരു കാര്യത്തിന് എക്സിസ്റ്റൻസ് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. പെർഫെക്റ്റ് ആയതിന് എല്ലാം ഉണ്ടാവണം. അപ്പോൾ നിത്യമായി ഒരിക്കലും മടുക്കാത്ത, ഓരോ ദിവസവും ആനന്ദം വർദ്ധിച്ചു പൂർണ്ണത എന്നുള്ള ആ ഒരു പെർഫെക്ഷനിലേക്കാണ് ദൈവം നമ്മളെ എത്തിക്കുന്നത്. അത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായി സ്വർഗീയമായ സമ്പത്തിൽ ആനന്ദിക്കുന്ന ജീവിതം. അതിവിടെ തന്നെ തുടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ വിശ്വാസത്താൽ നിത്യജീവനിലേക്ക് സ്ഥലങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് വിശ്വസിച്ചവർ ഇപ്പോൾ തന്നെ നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആ ലൈഫ് നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് കുറയുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ മെഷർ കുറയാത്ത ഒരു സമൃദ്ധമായൊരു ജീവൻ. അപ്പോൾ ആനന്ദത്തിന് ആനന്ദം സമൃദ്ധമായി, കർത്താവിൻ്റെ വെളിപ്പാടിന് സമൃദ്ധമായ വെളിപ്പാട്. നമുക്കൊരു ആത്മീയ ജീവിതത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും പെർഫെക്റ്റായി അനുഭവിക്കുന്ന ഒരു ലൈഫാണ് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. ഈ വിശ്വാസം എന്ന ആ ഒരു പദത്തിന് ഉപദേശം എന്നൊരു അർത്ഥം കൂടെ ഉണ്ടല്ലോ, അതൊന്ന് ഡിഫൈൻ ചെയ്യാം. എഫെസ്യ ലേഖനം 4:4 പറയുന്നത് വിശ്വാസം ഒന്ന് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്, ഈ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത് ഒന്നാണ് എന്നാണ്. അതായത് നമ്മുടെ ഡോക്ട്രിൻസിനെ കുറിച്ചാണ്. പുതിയ നിയമോപദേശം ഡോക്ട്രിൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉപദേശമുള്ളൂ. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലല്ല. പക്ഷെ പഴയ നിയമത്തിൽ ഇത് മറഞ്ഞിരിക്കുന്നു. ഈ പഴയ നിയമം ആൾക്കാർ വായിക്കുമ്പം സംഭവിക്കുന്നത്, ഇന്ന് പഴയ നിയമത്തിൽ ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ പ്രസംഗങ്ങളുടെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യഹൂദന്മാർ പഴയ നിയമം വായിച്ചവരാണ് അവർ വായിക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. യഹൂദന്മാർ പഴയ നിയമം വായിച്ചതിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചത്. കാരണം അവർക്ക് ഇതിനകത്ത് നിന്ന് മെശിഹായെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവരെ പെരിഫറലായിട്ടുള്ള രാജ്യത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു.
അപ്പോൾ ഇന്നും പാസ്റ്റർമാർ ചെയ്യുന്നത് ഈ പെരിഫറൽ ഇസ്രായേലിനെ നോക്കി ജീവിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനെ ക്രൂശിക്കുക തന്നെയാണ്. ഏത് സഭയിലാണ് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്? ഏത് സഭയിലാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ഒരു വിഷയമായിരിക്കുന്നത്? കാരണം ഓൾഡ് ടെസ്റ്റാമെന്റ് പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ വായിച്ചതുപോലെ അല്ല, പഴയ നിയമത്തിലെ പരീശന്മാരും സദൂക്യന്മാരും വായിച്ചതുപോലെ നമ്മൾ ഇന്ന് വായിച്ചു വ്യാഖ്യാനിച്ചു വിടുകയാണ്. അപ്പോൾ ദൈവത്തിന് ഒരു ഒറ്റ നിയമമേ ഉള്ളൂ, പഴയ നിയമമായാലും പുതിയ നിയമമായാലും. ആ പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്നതും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ആണ് ഓരോ പറയുന്നത്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നു, എന്നാൽ ഇപ്പോൾ പുത്തനിലൂടെ വെളിപ്പെട്ടു വന്നതുമായ ഞങ്ങൾക്കത് വെളിപ്പെടുത്തി കിട്ടിയതായ ഉപദേശം, അതിനെയാണ് നമ്മൾ ഈ ഡോക്ട്രിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ട്രിൻസ് എന്നതിനെ നമുക്ക് കളക്റ്റീവായിട്ട് ദിസ് ഈസ് അവർ ഫെയ്ത്ത് എന്ന് ഇപ്പം പറയാം. അതാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ യൂടായുടെ ലേഖനത്തിൽ ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ടിരിക്കും വിശ്വാസം. അപ്പോൾ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാനം കറക്റ്റായിരിക്കണം. നമ്മൾ പറയും എന്തിനാ ഡോക്ടറിൻ ഇത്ര ശ്രദ്ധിക്കുന്നത്? അവർക്കത് ജീവിതം നന്നായാൽ പോരെ. ഡോക്ടറിന് ശരിയാകാതെ ജീവിതം നന്നാവില്ല. അതിൻ്റെ കാരണം ഇനി നന്നായാലും അപകടമാണ്. ഡോക്ടറിൻസ് ശരിയാകാതെ ജീവിതം നന്നായാലും പ്രശ്നമാണ്. കാരണം ക്രിസ്തു അല്ലാതെ വേറെ നീതിമാനില്ല എന്ന റെവലേഷൻ ആ ഡോക്ടറിൻ നമുക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നന്നായത് എൻ്റെ മിടുക്കായി ഞാൻ എണ്ണുകയും ഞാനൊരു സ്വയനീതിക്കാരനായി മാറുകയും ചെയ്യും. ഇപ്പം ഡോക്ടറിൻസ് ശരിയല്ലെങ്കിൽ നമുക്ക് നന്നാവാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഡോക്ടറിൻസ് ശരിയാകാതെ നമ്മൾ നന്നായാൽ നമ്മൾ പാപികളായി തന്നെ ഇരിക്കുകയുള്ളൂ. കാരണം ഈ ഒരു വേദപുസ്തകത്തിലുള്ള റെവലേഷൻ വേറെ ഒരിടത്തുമില്ല. അത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അതില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സോ വി നീഡ് ദ ഡോക്ടറിൻസ് ആസ് എ ഫൗണ്ടേഷൻ. അതെ, ഈ പഴയ നിയമത്തിൻ്റെ ഉപദേശത്തെ പറ്റി പറഞ്ഞല്ലോ, അല്ലെ പഴയ നിയമം നമ്മുടെ രീതിയിൽ വായിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അതിലൊന്ന് ഈ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അതേ നിലയിൽ പുതിയ നിയമത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ശ്രമം. എൻ്റെ പ്രശ്നം പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നുള്ളതാണ്. അതാണ് എൻ്റെ പ്രശ്നം. പഴയ നിയമത്തിൽ ആരനുഗ്രഹിക്കപ്പെട്ടത്? നമ്മളിനി പഴയ നിയമം മുഴുവൻ അനുഗ്രഹമായിരുന്നു. ഇത് പുറമേ നോക്കുമ്പോഴാണ്, അകമേ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒറ്റയാൾ പോലും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. ഹാബേൽ ഏറ്റവും നല്ല യാഗം കഴിച്ച ആൾ ഒരു ദിവസം പോലും ജീവിച്ചില്ല. എന്തനുഗ്രഹമാണ് ഹാബേലിന് ലോകത്ത് കിട്ടിയത്? ഹാനോക്ക് ഭൂമി ജീവിച്ചില്ല, സ്വർഗത്തിൽ കൊണ്ടുപോയി. എബ്രഹാം ടെന്റ് അടിച്ച് താമസിച്ചാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ഒരു വീട് പോലും സ്വന്തമായിട്ട് വെക്കേണ്ടെന്ന് എബ്രഹാം തീരുമാനിച്ചു. മാറി മാറി ടെന്റ് അടിച്ച് താമസിച്ചു. നോഹ എന്താ നേടിയത്? മോശ ഏറ്റവും വലിയ ആൾ, അതായത് പഴയ നിയമത്തിന്റെ ഉടമ്പടി തന്നയാൾ, അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? അദ്ദേഹം കനാൻ ദേശത്ത് എത്തിയില്ല. അപ്പൊ കനാൻ ദേശത്ത് നിന്ന് രാജാവായിട്ട് 5 ദിവസം ഇരിക്കാൻ മോശയ്ക്ക് പറ്റിയില്ല എന്ന് വിചാരിച്ചു. അപ്പം ഈ ലോകത്ത് ഒരു ബ്ലെസ്സിങ്ങും അഭിഷേകം ഉണ്ടായിരുന്നവർക്ക് കിട്ടിയിട്ടില്ല. ഇരമ്യ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ, ഹോശയ ആയിക്കോട്ടെ, നമ്മൾ എവിടെ നോക്കിയാലും അഭിഷേകമില്ലാത്ത സാധാരണ ജനത്തിനാണ് ദൈവം വാഗ്ദത്വം, എങ്ങനത്തെ വാഗ്ദത്വം? ലോകസംബന്ധമായ വാഗ്ദത്വം കൊടുത്തത്. ഇവർക്കെല്ലാം കൊടുത്ത ക്രിസ്തുവിൻ്റെ നിന്നയും ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള നഗരവും, ഹാബേലിനോട് പറഞ്ഞ നിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തം, യേശുക്രിസ്തുവിൻ്റെ അത്രയും ഗുണകരമായിട്ടല്ലെങ്കിലും അപ്പോൾ രക്തസാക്ഷിയായി മാറുകയായിരുന്നു ഹാബേലിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ അഭിഷേകം വീണവരെ, പഴയ നിയമത്തിൽ അഭിഷിക്തന്മാരുണ്ടല്ലോ, ഈ അഭിഷിക്തന്മാർക്കൊന്നും ഒരു ജീവിത സമാധാനം കിട്ടിയിട്ടില്ല. അവരെന്നും കല്ലെറിയപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരും വഴിയരികിൽ കിടന്നവരുമാണ്. അവർ വിശ്വാസത്തിൽ ഈ വരുവാനുള്ളതിനെ കാണാൻ അവർക്ക് സാധിച്ചത്. അപ്പം നമ്മൾ പഴയ നിയമം, അത് ഞാൻ പറഞ്ഞ പഴയ നിയമത്തിലെ ഈ ദുഷ്ടന്മാരായ ജനങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന, അത് കർത്താവ് പറയുന്നുണ്ട്, അനുസരണം കിട്ടും. അവർ കഠിന ഹൃദയമുള്ളവരായിരുന്നുകൊണ്ട് മോശ അവരോട് പറഞ്ഞ കാര്യങ്ങളെ മാത്രം എടുത്തു വെച്ചിട്ട് അതാണ് ഈ പഴയ നിയമം എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ പഴയ നിയമത്തിനകത്ത് മാർമികമായ തലത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ പുതിയ നിയമം തന്നെയാണ്. അവരും ക്രിസ്തുവിനെ അന്വേഷിച്ചു, അവരും ഒന്നും ഈ ലോകത്തുണ്ടാക്കിയില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ, പുനരുത്ഥാനത്തെക്കുറിച്ച് പറയാത്ത, പഴയ നിയമത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ വെളിപ്പാടൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ മോശമൊക്കെ പോയി മരിക്കുന്നത്? പിന്നെ എന്തിനാണ് ആവിയിൽ മരിക്കുന്നത്? എന്താ പ്രയോജനം? പിന്നെ എന്തിനാണ് ഈ ആൾക്കാരെല്ലാം കഷ്ടമനുഭവിച്ച് ഈ പ്രവാചകന്മാർ കല്ലേറുകൊണ്ട് മരിക്കുന്നത്? വാട്ട്സ് ദ പർപ്പസ്? കാരണം അത് ഹിഡൻ ആയിട്ട് മാർമികമായി അത് മറയ്ക്കപ്പെട്ടിരുന്നു. ഇവർക്കെല്ലാം ക്രിസ്തുവിലൊരു അവകാശം മുന്നമേ വെച്ചിരുന്നു. ഇത് എബ്രായ ലേഖനം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു കാഴ്ചയിലൂടെ അല്ലാതെ നമുക്ക് പഴയ നിയമത്തിലേക്ക് നോക്കാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒറ്റ ഉപദേശമേ ഉള്ളൂ, ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് യുണീക്കാണ്, ഒന്ന് മാത്രമാണ്. നമ്മൾ ഇത്രയും നേരം വിശ്വാസം എന്ന ആ ഒരു അനുഗ്രഹപ്പെട്ട ജീവിതാനുഭവത്തെപ്പറ്റി ദൈവജനത്തെ അടിസ്ഥാനത്തിൽ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു, ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം എന്നതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും
ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ കേട്ട വചനം നമുക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കേട്ട വചനത്തിന് മുമ്പ് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രിസ്തീയ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ എപ്പിസോഡുകളിലൂടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കേൾവിക്കാർക്കും പ്രേക്ഷകർക്കും അത് അനുഗ്രഹമായി വരേണ്ടതിനും ക്രിസ്തുവിനോടുള്ള അനുരൂപതയിലേക്ക് ഓരോ ദിവസവും നയിക്കപ്പെടേണ്ടതിനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.